എടുത്ത് കഴിക്കണ്ട കെട്ടിയോളെ. എന്താ വലിയ ഉണ്ണി ഇതൊക്കെ? ആ സാറിനെ എന്തിനാ കിച്ചണിലേക്ക് പറഞ്ഞു വിട്ടത്? കല്യാണി, സുബ്രു ശബരിയൊക്കെ എന്റെ മനസ്സറിയുന്നവരാ. ഇപ്പൊ അരവിന്ദും. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ടെൻഷൻ നിനക്ക് വേണ്ട. നോക്ക്, എനിക്കെപ്പോഴും നിന്റെ ഈ മുഖം സന്തോഷമായിട്ടിരിക്കുന്നത് വേണം കാണാൻ. അല്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകും, ആരോടും പറയാതെ. അയ്യോ വേണ്ട വലിയ വേണ്ട. അങ്ങനൊക്കെ കേൾക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. വലിയ വീട് വിട്ടു പോയാ എനിക്കെന്റെ പ്രാണം പോണ പോലെയാ. ഏയ്, ഞാൻ തമാശയ്ക്ക് പറഞ്ഞ കല്യാണി, ആരോടും പറയില്ല എന്ന്. പക്ഷേ ആ തമാശയിൽ പാതി സത്യമുണ്ട്. ഞാനൊരു യാത്ര പോവാ ഉടൻ തന്നെ. യാത്രയോ? എങ്ങോട്ട്? കേരളം വിട്ടിട്ട് മുംബൈയിലൊരു ബിസിനസ് മീറ്റിങ്ങിന് പോകുന്നു. ചിലപ്പോ ഒരാഴ്ച അവിടെ തങ്ങേണ്ടി വരും. ലീവ് കിട്ടുമെങ്കിൽ സുബ്രുവിനെയും കൂട്ടാനാ പ്ലാൻ. അത് നേരിട്ട് പറയാനാ നിന്നോട് ഞാൻ ഈ പായസ നാടകം കളിച്ചതും സുബ്രുവിനെ വിളിച്ചു വരുത്തിയതും. വലിയ എന്നാ പോണേ? നാളെ പോണം കല്യാണി. ആ നോക്ക്, ഞാൻ മടങ്ങി വരും വരെ നീ ഇവിടെ സന്തോഷത്തോടെ ഇരിക്കണം, കേട്ടല്ലോ? പിന്നെ നീ നിന്റെ അമ്മായി അമ്മയെ നന്നായിട്ട് നോക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ആ ഇളയമ്മയെ സൂക്ഷിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലായി. എന്നാ ചെല്ലേ, എനിക്ക് നമ്മുടെ സുബ്രുവായിട്ട് കുറച്ചുകൂടി ഡിസ്കഷൻ ഉണ്ട്. അവൻ ഇപ്പം മടങ്ങി വരും. ശരി വലിയ. ശരി. തള്ളവിരലില്ലാത്ത ഗ്രാമം. ഭൂവർദ്ധൻ ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും വെയില് നന്നായി ചാഞ്ഞു കഴിഞ്ഞിരുന്നു. എല്ലായിടത്തും എന്തോ ആപത്ത് വന്നതുപോലെ ബഹളം. ബസാറിൽ മനുഷ്യർ ധൃതി പിടിച്ച് കടകൾ അടയ്ക്കുകയും വിൽക്കാൻ വെച്ചിരുന്ന സാധനങ്ങൾ വാരിക്കൂട്ടി ഓടുകയും ചെയ്തു. ചേച്ചി, നല്ല ദാഹം, കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവാ. ചേച്ചി ഇത് എവിടെ പോയി കിടക്കുന്നു? ചേച്ചി, വെള്ളം താ. എന്തോ പൊരിക്കുന്ന മണം വരുന്നുണ്ടല്ലോ. ഒന്നും പോയി നോക്കിക്കളയാം. ആഹാ, കൊള്ളാലോ. എന്താ ചേച്ചി ഇന്ന് വിശേഷം? അല്ല, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ആ, ഇവിടെ ഒരെണ്ണം നിന്ന് നോക്കട്ടെ. അയ്യോ ചേച്ചി, എന്റെ കൈ എന്തിനാ പൊള്ളിക്കുന്നേ? ഇതാർക്കാ ഇത്രയൊക്കെ നെയ്യപ്പം? നമുക്ക് കഴിക്കുന്നല്ലേ? അല്ല. അല്ലേ? പിന്നെ ആർക്കാ? അതൊക്കെ ഉണ്ട്. ഇപ്പൊ നീ അറിയണ്ട, നീ പോയി പഠിക്കാൻ നോക്ക്. ഓ, എനിക്ക് മനസ്സിലായി. ഇത് വലിയ യാത്ര പോവാൻ നേരം കൊടുത്തുവിടാനല്ലേ? എന്റെ ചേച്ചി, ഇപ്പൊ ആരെങ്കിലും ഇതൊക്കെ കെട്ടിപ്പൊതിഞ്ഞോണ്ട് പോവോ? ഇത് യൂബറിന്റെ കാലമല്ലേ? ഒന്ന് ഫോൺ ചെയ്താൽ ഏത് സാധനവും 10 മിനിറ്റ് കിട്ടും. ചേച്ചി ഇപ്പോഴും ഏതോ കുചേലന്റെ കാലത്താ ജീവിക്കുന്നത്. ഓ അതെ അതെ. എടാ, കഴിഞ്ഞ ആഴ്ച ടിവിയിലെ ഒരു ഡോക്ടർ പറഞ്ഞ നീ കേട്ടായിരുന്നോ? ആ, നമ്മുടെ നാട്ടിലെ ഫാസ്റ്റ് ഫുഡ് കടകള് 2 കൊല്ലത്തേക്ക് നിയമം മൂലം അടച്ചിടാമെങ്കിൽ ഇവിടുത്തെ ആശുപത്രികള് പലതും പൂട്ടുവന്നു.
അതുകൊണ്ട് അയ്യോ വേണ്ടായേ, ചേച്ചിയോട് തർക്കിക്കാൻ നമ്മളില്ലേ. ആ അത് പോട്ടെ, വല്യുവിന് കൊടുത്തുവിടാൻ ഇത് മാത്രമേ ഉള്ളോ? വേറെന്തെങ്കിലും? ഇത് മാത്രമല്ല, നല്ല കടുകുമാങ്ങ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, അച്ചപ്പമുണ്ട്, ഉണ്ണിയപ്പമുണ്ട്, നെയ്യപ്പമുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് മിച്ചറും കൂടെ ഉണ്ടാക്കി കൊടുക്കാം. കൊള്ളാം കൊള്ളാം. നമ്മൾ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി തരാൻ പറഞ്ഞ അത് വയ്യ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങള്. എന്തു മനസ്സിലാവുന്നുണ്ടെന്നോ? പോടാ, പഠിക്കാനുള്ള സമയത്ത് അടുക്കള കയറി വന്നിരിക്കുന്നു. ചുമ്മാതല്ല, ഇത്തവണ മാത്സിന് 1 മാർക്ക് കുറഞ്ഞു പോയത്. പോയിരുന്നു പഠിക്കടാ. പോടാ. പൊയ്ക്കോളാം പൊയ്ക്കോളാം, ചേച്ചി കിടന്ന് പിടയ്ക്കാതെ. അല്ല പിന്നെ എന്റെ ഈശ്വര, വലു എന്നും എങ്ങോട്ടെങ്കിലും ഒക്കെ യാത്ര പോണേ. ഒരു മിനിറ്റ്. അച്ഛാ, അമ്മേ, ഞങ്ങൾ ഇറങ്ങാം. ശരി ശരി. അവിടെ താജിലല്ലേ താമസം? അല്ലേ, അവിടെ എന്റെ ഫ്രണ്ടിന്റെ ഒരു സർവീസ് ഫ്ലാറ്റ് ഉണ്ട്. പുള്ളി ഫർണിഷ്ഡ് ആണ്. അതാവുമ്പം പ്രൈവസി കിട്ടും. അല്ല, നീ ലൊക്കേഷൻ വിളിച്ചായിരുന്നോ? വിളിച്ചിരുന്നു. എല്ലാം ഓക്കെയാണ്. അപ്പൊ അമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. മോനെ, ആഹാരമൊക്കെ കൃത്യസമയത്ത് കഴിക്കണം. ഓ. സുബ്രു ആന്റി, ബിസിനസ് തലയ്ക്ക് പിടിച്ച ആനന്ദ് പിന്നെ ആഹാരത്തിന്റെ കാര്യം ഒക്കെ അങ്ങ് മറക്കും. നീ വേണം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ. നോ പ്രോബ്ലം ആന്റി. ഊണും ഉറക്കവും എനിക്ക് കൃത്യസമയത്ത് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഒരുമാതിരി ഭ്രാന്ത് വരും. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചോളാം. അത് നന്നായി. ബ്രോ, പോവാൻ ഇറങ്ങിയല്ലേ? എയർപോർട്ട് വരെ ഞങ്ങൾ കൂടി വരാം ആനന്ദ്. ഏയ് വേണമെന്നില്ല, ഞങ്ങൾ രണ്ടുപേരുണ്ടല്ലോ. ഇളയമേ, അപ്പൊ പോയിട്ട് വരാം. പോയിട്ട് വാ. ആനന്ദേ, ആരോഗ്യമൊക്കെ നന്നായിട്ട് നോക്കണേ. ഒരാഴ്ചക്കകത്ത് വരില്ലേ? പോയ കാര്യങ്ങളൊക്കെ ഓക്കെ ആയ ഒരാഴ്ചക്കകം, അല്ലെങ്കിൽ 1-2 ദിവസം കൂടി. അല്ല, ജയന്തി എവിടെ? ഞാനിവിടെ ഉണ്ടേ. ജയന്തി, ആഹാരമൊക്കെ സമയത്ത് കഴിച്ചോളാം കേട്ടോ. ഞാൻ തിരിച്ചു വരുമ്പോ മെലിഞ്ഞു പോരുത്. ഒരിക്കലും ആനന്ദേട്ടാ, ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചാ മതി. അപ്പൊ പോയിട്ട് വരാം. ശരി ആനന്ദേട്ടാ. ഇറങ്ങാം. ഒരു മിനിറ്റ്. സുജാത, പോട്ടെ. സേവരേട്ടാ, പോയിട്ട് വരാം. കുഞ്ഞ് ബോംബെയിൽ എവിടാ പോന്നേ? ഓ, സേവരേട്ടൻ ബോംബെയിലൊക്കെ പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ അന്തേരിയിലായിരുന്നു. അതിന്റെ അടുത്തൊക്കെ തന്നെയാ. കുറെ സിനിമാ നടന്മാരുടെ വീടൊക്കെ ഉള്ള സ്ഥലവാ. ആണോ? പോട്ടെ, ശരി.
നിന്നോടൊരു വാക്കുപോലും പറയാതെ ഞാനങ്ങ് പോകുമെന്ന് കരുതിയോ നീ? കൊള്ളാം. താലി കെട്ടിയ പെണ്ണിനോട് യാത്ര ചോദിക്കാതെ ഏതെങ്കിലും ഒരാണ് ദൂരയാത്ര പോകുമെന്ന് കരുതിയാൽ നീയാണ് മണ്ടി. നീ എന്റെ ജീവനാ. നിന്നോട് നേരിട്ട് പറയാതെ ഒരിടത്ത് ഞാൻ പോയില്ല കേട്ടോ. അപ്പോ ഇപ്പൊ ഞാൻ പോയിട്ട് വരാം. ഞാൻ അവിടെ എത്തിയോ കഴിച്ചോ ഉറങ്ങിയോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കരുത്. എല്ലാം മാനേജ് ചെയ്യാൻ എനിക്കറിയാം. പിന്നെ നമ്മളെ അതിനെ സഹായിക്കാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ സുബ്രഹ്മണ്യനെ. ആ പിന്നൊരു കാര്യമുണ്ട്. രാവിലെ ഉച്ചയ്ക്കും രാത്രിയിലും നീ എന്നെ ഫോണിൽ വിളിച്ചിരിക്കണം. നിർബന്ധമാണ്. വിളിക്കല്ലോ. വെറുതെ മൂളിയാ പോരാ. ഈ 3 നേരവും നീ എന്നെ വിളിച്ചതിന് ശേഷേ ഞാൻ ആഹാരം കഴിക്കും. മനസ്സിലായോ നിനക്ക്? വിളിക്കാം. വെരി ഗുഡ്. എന്നാ ഇത് പിടിക്കാം. ഇതെന്താ വലിയോനെ? ഇതൊരു സ്മാർട്ട് ഫോണാ. ഇനി എന്നെ കാണാൻ പറ്റുന്നില്ല എന്നൊരു വിഷമം വേണ്ട. കാണാൻ തോന്നുമ്പോ വീഡിയോ കോൾ ചെയ്താൽ മതി. സിം ഇതിൽ തന്നെ ഉണ്ട്. ഇത് വലിയോനെ കുറച്ച് പലഹാരങ്ങളാ. ആഹാ, താങ്ക് യു. മച്ചു, നീ പറഞ്ഞ പോലെ തന്നെ കാർ കൊണ്ടുപോയിട്ട് റിവേഴ്സ് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ എന്തെങ്കിലും കലാപരിപാടി ഉണ്ടെങ്കിൽ പറയണം. നിന്റെ കൂട്ടുകാരനായി പോയതാണല്ലോ ഞാൻ ചെയ്ത തെറ്റ്. എടാ, നീ ഇത്ര പെട്ടെന്ന് വരണ്ടായിരുന്നു. നിന്നെ ഞാൻ വിളിച്ചില്ലല്ലോ. എനിക്കറിയാം വിളിക്കില്ലെന്ന്. പാൽപായസത്തിന്റെ കഥ ഞാൻ മറന്നിട്ടില്ല. അതാ പെട്ടെന്ന് വന്നത്. പാൽപായസം ആണെങ്കിലും മധുരം കൂടിയ കുഴപ്പമാണേ. ഇപ്പോഴേ പറഞ്ഞേക്കാം. പിന്നെ ഫ്ലൈറ്റ് അവിടെ വെയിറ്റ് ചെയ്യില്ല. നീ കേറാൻ നോക്ക്. ശരി കല്യാണി, ഫ്ലൈറ്റിന് സമയമാവുന്നു. പോയിട്ട് വരാം. എന്നെ ഫോൺ ചെയ്യുന്ന കാര്യം മറക്കരുത്. ശരി. രാവിലെ ഉച്ചയ്ക്കും രാത്രിയിലും നീ എന്നെ ഫോണിൽ വിളിച്ചിരിക്കണം. നിർബന്ധമാണ്. ഈ 3 നേരവും നീ എന്നെ വിളിച്ചതിന് ശേഷേ ഞാൻ ആഹാരം കഴിക്കൂ. മനസ്സിലായോ നിനക്ക്? മാഡം, കോഫി. എന്താടി മൂത്തൊരു കള്ള ലക്ഷണം? ഞാനൊന്നും കണ്ടില്ലെന്ന് വിചാരിച്ചല്ലേ നീ? മാഡം, അത് ആനന്ദിന് ഇവിടെ ഞങ്ങളാരും ചെയ്യാത്ത ഒരു യാത്രയയപ്പ് നടത്താൻ നിനക്കവൻ ആരാ? നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാണോ? നിക്കടി. താലിക്ക് പകരം അവൻ സമ്മാനിച്ചതാണെന്ന് എനിക്ക് ഈ മാലയെന്ന് എനിക്കറിയാം. ഞങ്ങൾ ആരും അറിയാതെ ബുദ്ധിപൂർവം അവനത് ഒപ്പിക്കുകയും ചെയ്തു. കള്ളച്ചെക്കൻ. ഞാൻ ആ സന്ദർഭത്തിൽ അവിടെ ഇല്ലാതെ പോയി. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിന് പരിഹാരമാണ് വേണ്ടത്. നീ ആ മാലയും ഊരി തന്നെ. മാഡം, അത് ഊരടി മാല.
നീ ഊരാൻ. വേണ്ട മാഡം, ഇത് എനിക്ക് അഖില മാഡം തന്നതാ. കഴുത്തിൽ നിന്ന് ഊരാൻ പാടില്ലെന്നാ പറഞ്ഞേക്കണേ. ആര് പറഞ്ഞേക്കുന്നത്? അഖിലേച്ചിയോ അതോ ആനന്ദോ? അഖിലാണ്ടേശ്വരിയുടെ സ്ഥാനം തന്നെ എനിക്ക് ഈ വീട്ടില്. ഞാൻ ഇടാൻ കൊതിച്ച പരമ്പരാഗത ആഭരണങ്ങളൊക്കെ കറങ്ങിയും തിരിഞ്ഞും എച്ചിൽ പാത്രം കഴുകുന്ന നിനക്ക് വന്ന് ചേർന്നോണ്ടിരിക്കുക. ഇതെല്ലാം ഞാൻ കയ്യും കെട്ടി നിന്ന് കാണണമെന്നാണോ? മര്യാദക്ക് ഇങ്ങോട്ട് ഊരിയെടുക്കടി മാല. മാഡം, എന്നെ ഉപദ്രവിക്കരുത്. എന്തിനാ മാഡത്തിന് എന്നോട് ഇത്ര ദേഷ്യം? ഞാൻ അതിനുവേണ്ടി എന്ത് തെറ്റാ ചെയ്തത്? ആ, എന്ത് തെറ്റാ ചെയ്തെന്നോ? തൃച്ചംബരത്തെ മൂത്ത മരുമകൾ ഇടാനുള്ള പരമ്പരാഗത ആഭരണങ്ങൾ വെറും ഒരു അടുക്കളക്കാരിയായ നീ അണിഞ്ഞു വന്നത് ഒന്നാമത്തെ തെറ്റ്. ഇപ്പോ തൃച്ചംബരത്തെ പൂർവികർ കൈമാറി വന്ന പരമ്പരാഗത ചെയിൻ നീ നിന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് അതിലും വലിയ തെറ്റ്. ഈ വീട്ടിൽ എനിക്ക് കിട്ടാത്തതൊന്നും വെറും എച്ചിൽ പാത്രം കഴുകുന്ന നിനക്ക് കിട്ടിക്കൂടാ. ഇതൊക്കെ ആലോചിക്കുമ്പോ തന്നെ നിന്നെ കൊന്നു കൊല വിളിക്കാനാ തോന്നുന്നത്. ഊരടി മാല, ഊരാൻ. ആഹാ, ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ട് നീ ഊരാതെ പ്രതിമ പോലെ നിൽക്കാണോ? ഊരടി ഇങ്ങോട്ട്. മാഡം, ഊരാൻ. മാഡം വിട്ടേക്ക് മാഡം. നിന്നെ കൊന്നിട്ടാണെങ്കിലും ശരി. വേണ്ട മാഡം, നിന്റെ ഈ മാല ഞാൻ എടുക്കും. മാഡം. മാല വിട്ടേക്ക് മാഡം. എന്തിനാ വെറുതെ കല്യാണി അടിക്കുന്നേ? കൈയെടുക്കാവുന്ന ദേഹത്തുനിന്ന്. അരവിന്ദേ, നീ നിന്റെ കാര്യം നോക്കിപ്പോ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ആവശ്യമില്ലാത്ത കാര്യം? കല്യാണി എന്റെ കമ്പനിയിലെ ബ്രാൻഡ് അംബാസിഡറാ. ഞാൻ ആ കമ്പനിയിലെ MD. ബ്രാൻഡ് അംബാസിഡർ കാര്യത്തിൽ MDക്ക് ഇടപെടാം. കല്യാണി നീ പോയിക്കോ. ആഹാ, ഇവൻ പറഞ്ഞ നീ അങ്ങ് പോവോ? എങ്കിൽ അത് കണ്ടിട്ട് തന്നെ കാര്യം. കല്യാണി നിന്നോട് പോവാനാ പറഞ്ഞ. പോകാൻ പറ്റില്ല. കല്യാണി ഞാനാ പറയുന്നത് പോവാൻ. പോവാൻ. ഇതെല്ലാം ഇന്നുകൊണ്ട് നിർത്തിക്കൊള്ളണം. അറിയാലോ, ആനന്ദ് കൃഷ്ണനെ പോലെ അത്ര മാന്യലല്ല ഈ അരവിന്ദ് കൃഷ്ണൻ. അഹിംസയല്ല, അടിക്ക് തിരിച്ചടിയാ എന്റെ വഴി. ഞങ്ങള് പിള്ളേരെ കൊണ്ട് ഇളയമ അവിവേകമൊന്നും ചെയ്യിപ്പിക്കരുത്, പറഞ്ഞേക്കാം.